ഇങ്ങനെയാണ് ഇവരെ കരച്ചിൽ. പ്രാവൂർ കുറുക നല്ല രസാട്ടോ. കുറുക കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് എല്ലാം ഒരു സാധനം ഓർമ്മ. ഇപ്രാവശ്യം നമ്മൾ ചോക്ലേറ്റ്സ്, അതേപോലെ തന്നെ വൈറ്റ് കളർ ഉണ്ട്. അതൊക്കെ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഷാൻ ബേർഡ്സിലേക്ക്. എൻ്റെ പേര് വിശാഖ്. അപ്പൊ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. നമ്മൾ ഡയമണ്ട് ഡൗവിന് കുഞ്ഞൻ പ്രാവുകളില്ലേ, അവരെ മേടിച്ചുകൊണ്ട്. പക്ഷെ വന്ന അവിടെ തന്നെ ഓരൊക്കെ എൻ്റെ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ഫ്രണ്ട്സിനെ എടുത്തുണ്ടോ കേട്ടോ. പിന്നെ നമ്മളൊരു 10 പീസിന് മേടിച്ച് അത് നമ്മള് ഫേസ്ബുക്കിൽ നമ്മൾ വീഡിയോ ഇട്ടിരുന്നു. ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിലൊക്കെ സ്റ്റോറി ഇട്ടിരുന്നാണ്. ഓക്കെ, അപ്പൊ അവരെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് നേരെ വീഡിയോ. അതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട ബെല്ലേക്ക് മറക്കരുത് കേട്ടോ. നേരെ വീഡിയോയിലേക്ക്. അപ്പൊ ഗൈസ്, ഞാൻ വന്നവരെ കാണിച്ചു തരാം കേട്ടോ. ഇവരെയാണ് നമ്മൾ രണ്ടാമതും റീസ്റ്റോക്ക് ചെയ്തത് കേട്ടോ. ഈ കുഞ്ഞന്മാരെ എന്തല്ല കഴിഞ്ഞ പ്രാവശ്യം നമുക്കെല്ലാം ഒരു സാധനം ഓർമ്മ. ഇപ്രാവശ്യം നമ്മൾ ചോക്ലേറ്റ്സ്, അതേപോലെ തന്നെ വൈറ്റ് കളർ ഉണ്ട്. അങ്ങനെ ഓരോ കളർ വെറൈറ്റീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവരൊക്കെ ബ്രീഡിംഗ് പെയറാണ്. ഇവരെല്ലാവരും തന്നെ ബ്രീഡിംഗ് പെയറാണ്. അപ്പൊ ഇത് ഈ ഒരു വീഡിയോ ഇട്ട ശേഷം, ഞാൻ സ്റ്റോറി ഇട്ട ശേഷം എനിക്ക് വന്നാൽ എനിക്ക് പറയുകയാണ് എവിടെ കിട്ടുക ഇവരെ. നോർമൽസ് നമുക്ക് കിട്ടാണ് കേട്ടോ. നമുക്ക് അന്വേഷിച്ചാൽ കിട്ടായിക്കൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞല്ലേ, ഇത് അന്ന് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ വീഡിയോസ് വന്നിരുന്നു. ഏതാണ് മെയിൽ, എങ്ങനെയാണ് ഫീമെയിൽ എടുക്കണ്ടോ. ഇത് കണ്ടോ ചോക്ലേറ്റ് കളർ ഉണ്ടല്ലേ. അയ്യോ, അത് ഒരു കോഫി കളറ്, മറ്റേതൊരു സിൽവർ. ഇതൊക്കെ നോർമൽ കേട്ടോ. പിന്നെ വൈറ്റ്. ഇതൊരു വേറെ 2 പേരുണ്ട്. ഓരോ ഞാൻ പെയറാക്കി ഇട്ടോ. ഇപ്പൊ ഇവര് 2 ആഴ്ച ഇപ്പൊ ഇന്നിപ്പോ ഡിസിൻഫെക്ഷൻ ഒക്കെ ചെയ്ത്, മറ്റൊരു നമ്മൾ ആദ്യം ഡിസിൻഫെക്ഷൻ ചെയ്തിരുന്നു. ഇന്നിപ്പോ ഇവരെ ഡിസിൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഇവരെ കയറ്റുന്നത് കേട്ടോ നിലവില്. അപ്പം എന്താണ് ഇതിനോടൊരു മൂഡ് എന്ന് ചോദിച്ചാൽ അത് എനിക്കും അറിയില്ല. എന്താണ് പെട്ടെന്ന് ഇതിനൊരു മൂഡ് വന്നതാണ്. എല്ലാ വെറൈറ്റീസും നമ്മുടെ കയ്യിൽ വേണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാട്ടോ. എല്ലാ വെറൈറ്റീസും നമ്മൾ ചെയ്യുന്നൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ്. പിന്നെ ഇവർക്ക് 18 ദിവസം നോർമൽ പ്രാവിൻ്റെ അതേ ഡേറ്റ്സ് തന്നെയാണെന്നാണ് പറഞ്ഞത്. ബിരിയാണി പിന്നെ നോർമൽ നമ്മൾ പ്രാവിന് പോയിട്ടുണ്ട് പറയാം. നോർമൽ പ്രാവ് എങ്ങനെയാണോ അതേപോലെ തന്നെ ഇപ്പൊ നമ്മുടെ അടുത്തുള്ള വൈറ്റ് മെയിലും ഫീമെയിലും അടക്കി കിടക്കുന്നു കേട്ടോ. 2 ഇൻക്യുബേഷനെ കിടക്കുന്നുണ്ട്. പിന്നെ ആണോ, ഇങ്ങനെയാണ് ഇവരെ കരച്ചിൽ. പ്രാവൂർ കുറുക നല്ല രസാട്ടോ. കുറുക ഞാൻ നോട്ടെ, വീഡിയോസ് കിട്ടുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഭയങ്കര രസമാണ് കുറുകുന്നാണ്. ഇപ്പൊ ഇതിന് നമ്മൾ രജിസ്റ്റർക്ക് ശേഷം ഇവരെ ചിക്കൻ നോർമലൊക്കെ നമുക്കൊരു എത്ര, ഞാൻ ഇതിൽ റേറ്റ് ഞാൻ ഇതിൽ പറയുന്നില്ല. കാരണം വെച്ചാൽ ഞാൻ മുമ്പത്തെ വീഡിയോസിൽ റേറ്റ് പറഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് പേര് അതിൽ കുറച്ചിട്ട് വാങ്ങുന്നുണ്ട്, ഒരുപാട് പേര് അതിൽ കൂടിയിട്ട് വാങ്ങുന്നുണ്ട്. സോ നമ്മളായിട്ട് തന്നെ ഒരു മാർക്കറ്റിനൊരു ഇഷ്യൂ വരുത്തുന്നില്ല. പക്ഷെ ഇപ്രാവശ്യം കാണുന്ന നമ്മളല്ലേ വെറൈറ്റീസ്. നമ്മളെ ഇക്ബാൽ, നമ്മളെ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് ഇക്ബാൽ പറഞ്ഞ മൂപ്പരെ നാട്ടവരെ അടുത്തൊക്കെ എടുത്തതാണ്. 2-3 ഡാമേജ് പറ്റിയിരുന്നു. 2 ഫീമെയിൽ ആണ് തോന്നുന്നുണ്ട്. കാലിന് തീരെ വയ്യ കേട്ടോ. അത് ട്രാൻസ്പോർട്ടേഷൻ പറ്റിയ, പക്ഷെ വീഡിയോസ് അയച്ചു തരുമ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. ബേഡ്സുകൾ ട്രാൻസ്പോർട്ടേഷനിൽ ഇഷ്യൂ പറ്റിയാണ്. അതേപോലെ തന്നെ ഇരിക്കാൻ ഒരു ബുദ്ധിമുട്ട്. 3 ഇതിലേക്ക് ചെറിയൊരു വിഷയങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തു കേട്ടോ. നല്ല രീതിക്ക് ട്രീറ്റ്മെന്റ് ചെയ്ത് ഇപ്പോൾ ആൾക്കാർ ഓക്കെ പക്കയായി കേട്ടോ. ട്രാൻസ്പോർട്ടേഷൻ വന്നിട്ട് ഇഷ്യൂ ഇല്ലാതെ എന്നാലും വേറെ ഒരു കുഴപ്പമില്ല കേട്ടോ. ആൾക്കാർ ട്രാൻസ്പോർട്ടേഷനിൽ 2-3 ബേഡ്സിന്റെ ലെഗ് ചെറിയൊരു ഇഷ്യൂ വന്ന് പിന്നെ പെട്ടെന്ന് സിക്കായി. കാരണം ഇവിടുത്തെ നമുക്ക് എത്താൻ നല്ല ഡിലേ ആയിപ്പോയി. ഇവിടെ സംഭവിച്ചിട്ട് ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ വരുന്ന സമയം ഭയങ്കര ഡിലേ ആണ്. ചിലപ്പോൾ പുലർച്ചെ 2 മണി 3 മണി. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്ന് ബേഡിനൊക്കെ എടുത്ത പുലർച്ചെ 2 മണി 3 മണിക്കൊക്കെ കേട്ടോ. ഇതാണ് നമ്മൾ തമ്മിൽ ഏറ്റവും വലിയ റിസ്ക്. കാരണം ഈ ഒരു ടൈമിങ് വെച്ചാൽ ഈ ഒരു പുലർച്ചയുടെ സമയം നമ്മൾ എന്തായാലും ഒരു ദിവസം നമ്മൾ ഉറക്കം പോകും. ഉറക്കം മാത്രമല്ല, ഇവരെ വന്ന ശേഷം ഇവരെ നമ്മൾ എന്തെങ്കിലും വെച്ചാൽ ക്വാറന്റൈൻ ചെയ്ത് ടെമ്പറേച്ചർ കൊടുത്ത് ഫുഡും വെള്ളവും കഴിച്ച് ഉറപ്പെടുത്തിട്ട് നമുക്ക് കിടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിങ് വെച്ചാൽ വലിയ രീതിയിൽ സമയം എടുക്കും കേട്ടോ. പിന്നെ ഇവർക്ക് നമ്മൾ കൊടുക്കുന്ന നോർമൽ നമ്മളെ ഫീഡ് മിക്സ് തന്നെ കേട്ടോ. ഫീഡ് മിക്സ്, അതുപോലെ തന്നെ എഗ് ഫുഡ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ സപ്ലിമെന്റ്സും ഒക്കെ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരിന് 10 പേര് നമ്മൾ 5 പേർ കൺഫേം 5 പേർ. അതിൽ നമ്മുടെ കേജിൽ മേലെ നോക്കിയാൽ കാണാം 2 പേര് എഗ് ചെയ്ത് കിടക്കുന്നുണ്ട്. ഒരാൾ എഗ് ചെയ്ത ഒരാളിപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരോ പേര് നമുക്ക് സമയം കിട്ടുന്നവർ നമ്മൾ മാറ്റി ഇടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കാണിച്ചൊരു വീഡിയോ മാത്രം എടുത്താണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്ന 4 പീസും സഫേന്ന് പറഞ്ഞു പോയി. അടുത്ത ഇവരപ്പോൾ എടുത്ത് എന്തായാലും ഇവരെ ബ്രീഡിങ് കാര്യങ്ങളൊക്കെ ആയ ശേഷം ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ. ഇപ്പോൾ എല്ലാ റിക്വസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോസാണ്. നമ്മൾ ബേഡ്സുള്ള ഓരോന്നിനും പാർട്ടായി ചെയ്യാൻ നോക്കട്ടെ. എന്തായാലും അതുപോലെ ചെയ്യാം. നമ്മളുള്ള ബേഡ്സ് ഏതൊക്കെയാണെന്നുള്ള രീതിയിൽ പാർട്ടായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്തരം വീഡിയോസ് കിട്ടാൻ വേണ്ടി നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലേക്ക് മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.